കേരളത്തിലുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഏതാണ്ട് ഒരു 10 വർഷം എടുത്തു എന്നാണ് പറയും. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2015 ആയപ്പോഴേക്കും കാനഡ എന്ന് പറയുന്നത് ഹോട്ട് ഡെസ്റ്റിനേഷൻ ആയി, പ്രത്യേകിച്ച് മലയാളികളുടെ. മാത്രമല്ല ആ സമയത്ത് തന്നെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കാനഡയിൽ പഠിക്കാൻ പോകുന്ന 2 ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പഞ്ചാബും പിന്നൊന്ന് ഗുജറാത്തും. 3ാം സ്ഥാനം കേരളത്തിനുമാണ്. ഇപ്പോ കഴിഞ്ഞ വർഷത്തെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ 2023 ഏതാണ്ട് 45,000-ഓളം കുട്ടികളാണ് കേരളത്തിൽ നിന്നും വിദേശ വിദ്യാഭ്യാസത്തിന് പോയത്. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും ഹ്യൂജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് വിദേശ വിദ്യാഭ്യാസത്തിനായി പുറത്തേക്ക് പോകാനായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും സവിശേഷമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ഈ 45,000 കുട്ടികളിൽ ഒരു 70 to 75% കുട്ടികൾ പോയത് കാനഡയിലേക്കാണ്. മറ്റു രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അതിന്റെ US, ജർമ്മനി, ഫ്രാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസും അവര് ട്രാവൽ ചെയ്തത് കാനഡയിലേക്കാണ്. എസ്പെഷ്യലി കോവിഡിന് ശേഷം കാനഡയിലേക്കുള്ള ഒഴുക്ക് വളരെയധികം കൂടി. ആദ്യകാലങ്ങളിൽ ഒരു വർഷം ചിലപ്പോൾ ഒരു 100 സ്റ്റുഡൻസ് ഒക്കെ പോയിരുന്ന സ്ഥാനത്ത് ഇന്നിപ്പം കേരളത്തിൽ നിന്ന് ഏതാണ്ട് 20,000-25,000-ഓളം കുട്ടികൾ കാനഡയിൽ പ്രതിവർഷം പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റേജിലേക്ക് എത്താനുള്ളത് കാരണം ആദ്യകാലങ്ങളിൽ പോയ കുട്ടികൾ അന്ന് അവരവിടെ പോയതിനു ശേഷം അവര് ഏത് തരത്തിലുള്ള ഒരു മാറ്റം അവർക്ക് അവിടെ ചെന്നതിന് ശേഷം ഉണ്ടായി എന്നുള്ള ഒരു ടെസ്റ്റിമോണിയൽസ് ആയിട്ട് അല്ലെങ്കിൽ അവരായിട്ട് വേണമെങ്കിൽ നമ്മുടെ വിദേശ വിദ്യാഭ്യാസത്തിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയി എന്ന് വേണമെങ്കിൽ കാണാൻ പറ്റും. കാരണം ആ കാലഘട്ടങ്ങളിൽ പോയിരുന്ന മിക്കവാറും പ്രത്യേകിച്ചും ഫെയർ ഫ്യൂച്ചറിലൊക്കെ ആദ്യകാലങ്ങളിൽ പോയിരുന്ന പല കുട്ടികളും അവരുടെ വിദ്യാഭ്യാസത്തിന് ശേഷം കാനഡയിൽ വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു ജീവിത നിലവാരത്തിലേക്ക് അവർക്ക് വരാനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടി അങ്ങോട്ടേക്ക് അവർക്ക് കൊണ്ടുവരാനും അങ്ങനെ അവരുടെ സക്സസ് സ്റ്റോറീസ് കണ്ടതിന് ശേഷം കൂടി ആയിരിക്കാം കേരളത്തില് കാനഡയെ കുറിച്ചുള്ള മതിപ്പ് കൂടുകയും ധാരാളം കുട്ടികൾ കാനഡ അവരുടെ ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയിട്ടും സബ്സിക്വന്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെറ്റിൽമെന്റിന് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ലാൻഡ് ആയിട്ടും കണക്കാക്കി ഈ ഒഴുക്ക് തുടങ്ങി. പക്ഷെ നമുക്കറിയാം ഏതൊരു കാര്യത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ പോകുമ്പോഴും അതിന്റെ മറ്റ് ചില കാര്യങ്ങളും കൂടി ഇക്കൂട്ടത്തിൽ ചിലപ്പോൾ ഉയർന്നു വരും. അതിന്റെ ഭാഗമായിട്ട് എനിക്കിപ്പം ഈ അവസരത്തിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാനഡയിൽ പഠിക്കാനായിട്ട് ഇപ്പൊ ഫെയർ ഫ്യൂച്ചറിന്റെ കാര്യത്തിൽ എടുത്തു പറയാൻ എനിക്ക് പറ്റുന്ന ഒരു കാര്യം, ഫെയർ ഫ്യൂച്ചറിൽ ഇന്നോളം അവരുടെ എല്ലാ പ്രോഗ്രാംസും കുട്ടികളെ അയച്ചിരിക്കുന്നത് കാനഡയിലുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിലോ ഗവൺമെന്റ് കോളേജസിലോ ആയിരുന്നു. കാരണം ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും ഇക്കാര്യത്തിൽ ഏറ്റവും പാരാമൗണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അക്കാര്യത്തിലാണ്. പക്ഷെ ആ ഒരു കാര്യം അത്രമാത്രം ഇമ്പോർട്ടൻസ് അതിനകത്ത് ഉണ്ട് എന്ന രീതിയിൽ ഇത് പ്രൊമോട്ട് ചെയ്യപ്പെട്ട അതേ സമയത്ത് ഇത്രമാത്രം കുട്ടികൾ കാനഡയിലേക്ക് പഠിക്കാൻ പോവുകയും ധാരാളം ആൾക്കാർ കാനഡ എന്ന് പറയുന്നത് അവരുടെ ഒരു ഡ്രീം ലാൻഡ് ആയിട്ടും അവരുടെ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് ഫാമിലിയോടൊപ്പം സാധിക്കുന്ന രാജ്യം എന്ന രീതിയിൽ അതിനെ കണക്കാക്കി വന്ന സമയത്താണ് കാനഡയിൽ ധാരാളം പ്രൈവറ്റ് കോളേജസും ഇതേ സമയത്ത് തന്നെ ഉണ്ടായി, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം. അപ്പോൾ കാനഡയിൽ ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിക്കാനായിട്ട് ഒരു കുട്ടി പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് മറ്റും അക്കാര്യത്തിലുണ്ട്. അവർ പറയുന്ന രീതിയിലുള്ള അഡ്മിഷൻ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 60 to 65% മാർക്ക് ഉണ്ടായിരിക്കണം. IELTS നിർബന്ധമാണ്. പക്ഷേ ഇതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് കോളേജസും മറ്റും വന്ന് തുടങ്ങിയപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പബ്ലിക് കോളേജസിന്റെ മാതിരിയുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അഡ്മിഷൻ റിക്വയർമെന്റ് പലപ്പോഴും അവര് കൊണ്ടുപോകാറുണ്ടായിരുന്നില്ല. പകരം അവരെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറെ ബിസിനസ് ആംഗിൾസും കൂടി അവർ മിക്സ് ചെയ്തുകൊണ്ടായിരിക്കാം ധാരാളം കുട്ടികൾ പ്രോപ്പർ ആയിട്ടുള്ള അഡ്മിഷൻ റിക്വയർമെന്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ അവിടേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത തുറന്നു വരികയും ഈവൻ IELTS പോലും വേണ്ടാത്ത രീതിയിൽ കാനഡയിലേക്ക് പഠിക്കാനായിട്ട് പോകാൻ പറ്റും എന്ന രീതിയിൽ ഒരു മാർക്കറ്റിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടാകുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടായിരിക്കാം കനഡിയൻ ഗവൺമെന്റ് കോളേജസിൽ പോകുന്നതിനേക്കാളും കൂടുതൽ കുട്ടികൾ കാനഡയിലുള്ള പ്രൈവറ്റ് കോളേജസിലേക്ക് 2020 ശേഷം പോകാൻ തുടങ്ങിയ ചില കണക്കുകൾ മറ്റും പറയുന്നു. എത്രമാത്രം അത് ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊരു വാസ്തവമാണ് കാര്യം. അതിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, കാനഡയില് അവർക്ക് അവരുടെ ഒരു എക്കോസിസ്റ്റം ഉണ്ട്. ഒരു കനഡിയൻ ഗവൺമെന്റ് കോളേജിൽ ഒരു കുട്ടി പഠിക്കാൻ വരുമ്പോൾ ആ കുട്ടിക്ക് പഠനത്തിന് ശേഷം അവർക്ക് കിട്ടുന്ന വർക്ക് പെർമിറ്റും മറ്റും അവരുടെ രാജ്യത്തിന്റെ എംപ്ലോയ്മെന്റ് സെക്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായി അങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷെ പ്രൈവറ്റ് കോളേജസിൽ പഠിക്കാൻ പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അവരുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എത്രമാത്രം അത് ഉയർന്ന തലത്തിലുള്ളതാണ് എന്നത് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ കാര്യം, പഠനശേഷം അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയർന്ന തലത്തിലുള്ള ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടാത്തതിന്റെ കാരണം കൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെയുള്ള കോളേജസിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് പലർക്കും കാനഡയിൽ എംപ്ലോയ്മെന്റ് മാർക്കറ്റിൽ അവർ വളരെയധികം പിന്തള്ളപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ. അതോടുകൂടി കാനഡ എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ കാനഡ ഉണ്ടാക്കിയെടുത്ത ഒരു സൽപ്പേരിന് കളങ്കമാകുന്ന രീതിയിൽ 2020 ശേഷം കുറേയധികം ഡെവലപ്മെന്റ്സ് അത്തരത്തിലുണ്ടായി. അതുകൊണ്ട് തന്നെ കാനഡ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള സമയത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ഇപ്പോൾ പലയിടത്തും നടന്നു വരികയാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അന്നും ഇന്നും കാനഡ എന്ന് പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. പക്ഷേ അതേസമയം തന്നെ അവിടെയുള്ള ഏത് തരം ഇൻസ്റ്റിറ്റ്യൂഷനിൽ
പഠിക്കാൻ പോകുന്നവർക്കാണ് ഈ ലോകത്തിലെ ഏറ്റവും ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നുള്ളതിനെ കുറിച്ചുള്ള വേണ്ടത്ര മുന്നൊരുക്കം നടത്തിയാൽ മാത്രമേ അതിൻ്റെതായിട്ടൊരു പ്രയോജനം കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, കാനഡയിൽ നിങ്ങൾ പഠിക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കാനഡയിലെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പോകുന്നുണ്ടാവണമെന്നില്ല. പകരം അവിടെയുള്ള കനഡിയൻ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലോ പബ്ലിക് കോളേജസിലോ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കായിരിക്കും ഈ ഒരു ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവർക്ക് സാധ്യമാകുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാനഡയിൽ അങ്ങനെ പഠിക്കാനായിട്ട് പോകാനായിട്ട് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലോ എന്നുള്ള ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഒരു 15 കൊല്ലത്തിന് മുൻപ് കാനഡയിൽ പഠിക്കാൻ പോകാനായിട്ട് ഉദ്ദേശിച്ചൊരു കുട്ടിക്ക് അവിടെയുള്ള കോഴ്സുകളും മറ്റും അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു എംപ്ലോയ്മെന്റ് സാധ്യത എത്രമാത്രം ഉണ്ടായിരുന്നുള്ളതോ, അല്ലെങ്കിൽ ആ സമയത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഒരു കോഴ്സ് സെലക്ഷന് വേണ്ടി ഏത് മാനദണ്ഡമാണ് ഉപയോഗിച്ചിരുന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മളൊന്ന് പുനർവിചാരണം നടത്തേണ്ടി വരും. അതായത് ഇപ്പം കനഡിയൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും മനസ്സിലായി അവിടേക്ക് അനിയന്ത്രിതമായിട്ടുള്ള കുട്ടികളുടെ ഒഴുക്ക് വന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കുന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് അടുത്ത് വരാൻ പോകുന്ന വർഷങ്ങളിൽ, അതായത് 2025, 2026, 2027 തൊട്ട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ കാനഡയിലെ ഏതൊക്കെ സെക്ടറുകളിലാണ് അവർക്ക് ഹ്യൂജ് മാൻ പവർ റിക്വയർമെന്റ് വേണ്ടി വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പഠനങ്ങൾ കനഡിയൻ ഗവൺമെന്റ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കനഡിയൻ ഗവൺമെന്റ് കോളേജിന്റെ പ്രോഗ്രാം വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിരവധി പ്രോഗ്രാംസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള പ്രോഗ്രാംസിന് എല്ലാ പ്രോഗ്രാംസും ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് വിസയിൽ അവിടെ പഠിക്കാൻ പോയതിനു ശേഷം അവിടെ ഒരു വർക്ക് പെർമിറ്റിലേക്ക് മാറാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പ്രോഗ്രാംസ് ആണോ ഇല്ലെന്നുള്ളത് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റും. അതായത് കാനഡയിൽ വരാൻ പോകുന്ന വർഷങ്ങളിൽ വരാൻ പോകുന്ന തരത്തിലുള്ള മാൻ പവർ റിക്വയർമെന്റിന്റെ ബേസിസിൽ കനഡിയൻ ഗവൺമെന്റ് തന്നെ അവിടെയുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസിലും പബ്ലിക് കോളേജസിലും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസിനെ കോഡ് ചെയ്തിട്ടുണ്ട്. ഈ കോഡ് ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും, പ്രത്യേകിച്ചും ഇന്റർനാഷണൽ സ്റ്റുഡന്റ് വിസയിൽ പഠിക്കാൻ വരുന്നവർക്കാണ് ഏറ്റവും പ്രാധാന്യം. ഈ കോഡ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസിൽ പഠിക്കാനായിട്ട് വരുന്ന കുട്ടികൾക്കാണ് പഠനശേഷം കാനഡയിൽ വർക്ക് പെർമിറ്റ് കിട്ടാൻ പോകും എന്ന് പറഞ്ഞാൽ കാനഡയിൽ പഠിക്കാൻ പോവുക, പഠനശേഷം അവിടെ എംപ്ലോയ്മെന്റിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ഓബിയസ്ലി നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയാൽ മാത്രമേ കാനഡിയൻ എംപ്ലോയ്മെന്റ് മാർക്കറ്റിലേക്ക് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റിന് ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ ഒരു പെർമിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ലീഗൽ പെർമിഷൻ കിട്ടുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അവർ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ അവർ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോഗ്രാം ഈ കോഡ് ചെയ്തിരിക്കുന്ന ലിസ്റ്റിനകത്ത് വന്നിരിക്കുന്നതാണോ ഇല്ലെന്നുള്ളത് ആദ്യം പരിശോധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സിന് ശേഷം അവർക്ക് അവിടെ വർക്ക് പെർമിറ്റിലേക്ക് മാറാനുള്ള കാര്യം എളുപ്പമാണ്. രണ്ടാമതായിട്ട് അങ്ങനെയുള്ള പ്രോഗ്രാം പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്നുള്ളത് മാത്രമല്ല, അത് ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കുള്ള ഒരു എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നോളജ് ഉള്ള ഒരു മാൻ പവർ ആയിട്ട് അവർക്ക് അവരെ തന്നെ ഒരുക്കിയെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് പ്രൈവറ്റ് കോളേജസിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി അത് സാധ്യമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കാനഡയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അവർക്ക് അവരുടെ എംപ്ലോയ്മെന്റിലേക്കും സബ്സിക്വന്റ് ആയിട്ട് ഒരു കനഡിയൻ പെർമനന്റ് സെറ്റിൽമെന്റിലേക്ക് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഏതൊരു യൂണിവേഴ്സിറ്റിയിലെയും കോഴ്സ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രോഗ്രാം ആണോ ഇല്ലെന്ന് നോക്കാം. ഇവിടെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലായിട്ടുള്ള നോളജ് പലപ്പോഴും വേണ്ടിവരും. അവിടെയൊക്കെയാണ് ഒരു സീസൺഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റിന്റെ സഹായം വേണ്ടി വരുന്നത്. ഇപ്പൊ ഫെയർ ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ ഏതാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഈ ഒരു പോയിന്റ് സ്ട്രെസ് ചെയ്തിട്ടാണ് ഇപ്പൊ കൗൺസിലിംഗ് പോലും കൊടുക്കുന്നത്. അപ്പൊ കേവലം ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് കാനഡയിൽ പഠിക്കാൻ പോകുക എന്നുള്ളതല്ല വേണ്ടത്. പകരം അവർക്ക് വരും വർഷങ്ങളിൽ അത് ഏതു തരത്തിൽ തിരിച്ചതിന്റെ പ്രയോജനം ലഭിക്കും എന്ന രീതിയിൽ നമുക്കിപ്പോ തന്നെ പ്ലാൻ ചെയ്ത് പോകാൻ സാധിക്കുന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വളരെ നല്ലൊരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പൊ കാനഡ വരുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ കുറച്ച് ഇഷ്യൂസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ പൂർണ്ണമായും അഡ്രസ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് ഉണ്ടാവാത്ത തരത്തിൽ വളരെയധികം വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് കനഡിയൻ ഗവൺമെന്റ് കോളേജസിലും യൂണിവേഴ്സിറ്റീസിലും കനഡിയൻ ഗവൺമെന്റിന്റെ ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുള്ള പ്രോഗ്രാംസും മറ്റും ഇപ്പോൾ വന്നിരിക്കുന്നത്.